എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2024 ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി ഇതുപോലെ വിവിധ കോഴ്സുകളിലേക്കുള്ള 5th സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രകാരം അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ്, അതായത് താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതും അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് റൗണ്ട് 5 ആയുഷ് ഓർ അലൈഡ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യുക. ഇത് ഡൗൺലോഡ് ചെയ്ത് എടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് പരിശോധിക്കാവുന്നതും. അതുപോലെ തന്നെ അതായത് ഈ ഒരു ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏത് കോഴ്സിലായിരുന്നു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നാളെ, അതായത് ഡിസംബർ 28 ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ പരാതികൾ CE ഓഫീസിനെ അറിയിക്കേണ്ടതാണ്. അതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് CEയുടെ ഇമെയിൽ ID ആയിട്ടുള്ള, അതായത് ce.kerala.gov.in എന്നുള്ള, അതായത് ആ ഒരു ഇമെയിൽ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പോൾ പരിശോധിച്ചെന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു CE ഓഫീസിനെ ആ ഒരു കാര്യം അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ പരാതികൾ അയക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് cek.info.ce@kerala.gov.in എന്ന ഇമെയിൽ മുഖാന്തരമാണ് നാളെ ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ നിങ്ങളുടെ പരാതികൾ അറിയിക്കേണ്ടത്. ഇങ്ങനെ സാധുവായിട്ടുള്ള എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഇത് പരിഹരിച്ച ശേഷമായിരിക്കും അന്തിമ അലോട്ട്മെൻറ്റ് പിന്നീട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സർക്കുലർ പ്രകാരം, അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ റിസൾട്ട്, അതായത് ഈ ഒരു ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അതുപോലെ തന്നെ ഫിഷറീസ്, ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ് എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കുള്ള 5ാം ഘട്ട സ്റ്റേ വേക്കൻസി താൽക്കാലിക അലോട്ട്മെൻറ്റ് പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നൽകിയ ഓൺലൈൻ ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിലെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് താൽക്കാലിക അലോട്ട്മെൻറ്റ് കാണാവുന്നതാണ്. താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ, സാധുവായ പരാതികൾ എന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ടുള്ള യഥാർത്ഥ പരാതികൾ എന്നത് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ, അതായത് ഡിസംബർ 28 ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെയല്ല മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുക. എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിലായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.